വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 4875 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4230 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 508 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 35 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. 4647 പേർക്ക് കൂടി കോവിഡ് ഭേദമായി. കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അനു, ഇന്നത്തെ കണക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എപ്രകാരമാണ്? മറ്റ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ കൂടി. സംസ്ഥാനത്ത് ഇന്ന് 4875 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ജില്ലയിലുള്ള കണക്ക് ഇപ്രകാരമാണ്. എറണാകുളത്ത് 717 പേർക്കും, മലപ്പുറത്ത് 709 പേരും, കോഴിക്കോട് 656, തൃശൂർ 511, കോട്ടയം 497, പാലക്കാട് 343, കോട്ടയം 497, പാലക്കാട് 343, പത്തനംതിട്ട 254, കണ്ണൂർ 251, വയനാട് 241, കൊല്ലം 212, ആലപ്പുഴ 194, തിരുവനന്തപുരം 181, ഇടുക്കി 57, കാസർഗോഡ് 52 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കോവിഡ് രോഗികളുടെ കണക്കുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ 52,655 ടെസ്റ്റുകളാണ് സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.26 ആണെന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഏറ്റവും പ്രധാന കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ 35 മരണങ്ങൾ കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് 35 മരണങ്ങൾ കൂടി കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി 2507 മരണങ്ങൾ സംസ്ഥാനത്ത് കോവിഡ് മൂലം 2507 മരണങ്ങൾ നടന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 94 പേർ സംസ്ഥാനത്ത് പുറത്തുനിന്നും വന്നവരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അശ്വതി, ഇന്ന് 43 ആരോഗ്യ പ്രവർത്തകർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. കണ്ണൂരിൽ 9 പേർക്കും, പാലക്കാട് 7 പേർക്കും, എറണാകുളത്ത് 6 പേർക്കും, പത്തനംതിട്ട 5, വയനാട് 4, തിരുവനന്തപുരം, തൃശൂർ 3 വീതം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് 2 വീതം ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4647 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. നമുക്ക് ഈ പറയുന്ന ആശങ്കകൾക്കിടയിലും ആശ്വാസകരമായ വാർത്ത ഇതാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 3,09,935 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 2,95,771 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലോ ആണ്. 14,164 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടെ, ഇന്ന് 3 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുത്തുകയും 4 പ്രദേശങ്ങളെ ഒഴിവാക്കുകയും ചെയ്തു. ഇതോടുകൂടി സംസ്ഥാനത്താകെ 440 പ്രദേശങ്ങളാണ് ഹോട്ട്സ്പോട്ടുകളായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നും രോഗം സ്ഥിരീകരിക്കുന്നവരുടെ കണക്കിൽ വലിയ വ്യത്യാസമില്ല. 4875 പേർക്ക് ഇന്നും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അശ്വതി. ശരി, വി എസ് അനുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ കോവിഡ് കണക്ക് 4875 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. പ്രക്ഷോഭം ശക്തമാക്കാൻ കർഷക സംഘടനകൾ. വെള്ളിയാഴ്ച മഹാറാലിയും 14-ന് ദേശവ്യാപക പ്രതിഷേധവും സംഘടിപ്പിക്കും. ഡൽഹി ജയ്പൂർ ഹൈവേ ഉപരോധിക്കും. BJP നേതാക്കളെ ബഹിഷ്കരിക്കുമെന്നും സംഘടനകൾ വ്യക്തമാക്കി. കാർഷിക നിയമങ്ങൾ പൂർണ്ണമായി റദ്ദാക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതി നിർദ്ദേശങ്ങളും കർഷക സംഘടനകൾ തള്ളി. पहली बात तो जो सरकार की ओर से प्रपोजल आई है, हम सब ने फैसला किया है, उसको देखा है, उसको हम पूरी तरह से रद्द करते हैं. अगर सरकार द्वारा कोई प्रपोजल भेजती है तो उसके बारे में विचार करेंगे. पूरे देश में 1 दिन का जिला हेडक्वार्टर पर मोर्चा लगेगा. 14 तारीख शुक्रवार को उनको घेरेंगे और वहां मोर्चा लगेगा. सोमवार पूरे देश में लगातार रोष प्रदर्शन जारी रहेंगे. पंजाब, हरियाणा, यूपी, MP, राजस्थान और अदर स्टेट, जहां पर पूरे रोष प्रदर्शन जारी रहेंगे. അതേസമയം കാർഷിക നിയമങ്ങൾ അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ സംഘടനകൾ രാഷ്ട്രപതിയെ കണ്ടു. വിഷയത്തിൽ ഇടപെടാമെന്ന് രാഷ്ട്രപതി അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനാധിപത്യ വിരുദ്ധമായാണ് നിയമങ്ങൾ പാസാക്കിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. किसान की शक्ति के सामने कोई नहीं खड़ा हो सकता और सरकार को गलतफहमी में नहीं होना चाहिए. सरकार को ये नहीं सोचना चाहिए
कि किसान हट जाएंगे, डर जाएंगे। किसान, हिंदुस्तान का किसान डरेगा नहीं, हटेगा नहीं। സീതാറാം യെച്ചൂരി, ശരത് പവാർ തുടങ്ങിയ നേതാക്കളും രാഷ്ട്രപതിയെ കണ്ട സംഘത്തിലുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ആദ്യം ഇന്നത്തെ കർഷകരുടെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളോട് അവർ പറഞ്ഞത് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല, സമരം വ്യാപിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ അവർ പറഞ്ഞത്? ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കർഷക സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ച 5 ഭേദഗതികളാണ് ഉണ്ടായിരുന്നത്. ഈ 5 ഭേദഗതികളും സ്വീകാര്യമല്ല എന്നാണ് ഇന്ന് കർഷകരുടെ സംഘടനകൾ നടത്തിയ ചർച്ചയിൽ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, സമരം കൂടുതൽ ശക്തിപ്പെടുത്താനും തീരുമാനമായിരിക്കുന്നു. റോഡ് ഉപരോധം ഉൾപ്പെടെ മഹാറാലികൾ നടത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ BJP നേതാക്കളെ ബഹിഷ്കരിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം ശക്തമാക്കുക എന്ന തീരുമാനത്തിലേക്കാണ് കർഷക സംഘടനകൾ എത്തിയിട്ടുള്ളത്. കർഷക സംഘടനകൾ അവകാശപ്പെടുന്നത് ഇത് ഏകകണ്ഠമായി തന്നെയുള്ള തീരുമാനമാണ് എന്നാണ്. എങ്കിലും ചില സംഘടനാ നേതാക്കൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും ചർച്ചകൾ നടത്തുകയാണ്. കേന്ദ്ര സർക്കാരിനെ വീണ്ടും കർഷക സംഘടനകൾ തള്ളിയ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി യോഗം നടത്തുന്നത്. ഇനി കൂടിക്കാഴ്ചയ്ക്ക് ഉൾപ്പെടെയുള്ള സാധ്യതകൾ തേടിക്കൊണ്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. വരും ദിവസങ്ങളിലും കർഷക സംഘടനകളെ വീണ്ടും ചർച്ചയ്ക്കായി കേന്ദ്ര സർക്കാർ ക്ഷണിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം രാഷ്ട്രീയമായി കൂടി ഈ സമരത്തിന് പ്രാധാന്യം ഏറി വരികയാണ്. അല്പസമയം മുമ്പായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘം, പ്രതിപക്ഷ നേതാക്കളുടെ പ്രതിനിധി സംഘം രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാഷ്ട്രപതി വിഷയത്തിൽ ഇടപെടാമെന്ന് ഉറപ്പു നൽകിയതായാണ് സംഘം അവകാശപ്പെടുന്നത്. 24 പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഒപ്പിട്ട നിവേദനമാണ് രാഷ്ട്രപതിക്ക് നൽകിയിട്ടുള്ളത്. കോവിഡ് സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ 5 പ്രതിനിധികൾ മാത്രമാണ് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയതും. അശ്വതി, ശരി. KP അഭിലാഷാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. രണ്ടാം ഘട്ടം നാളെ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളാണ് വിധിയെഴുതുക. ആദ്യഘട്ടത്തിലെ ഉയർന്ന പോളിംഗ് ശതമാനം രണ്ടാം ഘട്ടത്തിലും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. 451 തദ്ദേശ സ്ഥാപനങ്ങളിലെ 8116 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് നാളെ നടക്കുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിൽ ചിലയിടങ്ങളിൽ തിക്കും തിരക്കുമുണ്ടായത് നേരിയ പ്രശ്നങ്ങൾക്കിടയാക്കിയെങ്കിലും ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. പോളിംഗ് ബൂത്തുകളുടെ അണുനശീകരണം പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിലെ പോലെ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും രണ്ടാം ഘട്ടത്തിലും വോട്ടെടുപ്പ്. എല്ലാ പോളിംഗ് ബൂത്ത്സ് കൂടെ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ಮತ್ತೆ ಜನಗಳು ക്യൂവിൽ എങ്ങനെ നിൽക്കണം എന്ന് കൂടെ ഒരു പൊസിഷൻസ് മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നാളെ കൂടെ പോളിംഗ് ബൂത്ത്സിൽ ഇലക്ഷൻ സമയത്തിൽ കൂടെ എല്ലാ കോവിഡ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അട്ടപ്പാടിയിൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള 102 ബൂത്തുകളുടെ സുരക്ഷ ശക്തിപ്പെടുത്തിയതായി തൃശൂർ റേഞ്ച് IG പറഞ്ഞു. ചകിളി, അട്ടപ്പാടി ഏരിയകളും ബാക്കിയെല്ലാം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ബോർഡറുകളെല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏത് ഉണ്ടായിരുന്നാൽ പോലും അത് നേരിടത്തക്കിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അത് ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. അവസാന 1 മണിക്കൂർ കോവിഡ് രോഗികൾക്കും വോട്ട് രേഖപ്പെടുത്താം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിലെ വോട്ടിംഗ് ശതമാനത്തിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് 3 മുന്നണികളും. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുക്കുമെന്ന് UDFും തങ്ങൾക്ക് ചരിത്ര വിജയമുണ്ടാകുമെന്ന് ഇടതുമുന്നണിയും അവകാശപ്പെടുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള ഇടങ്ങളിൽ നേട്ടമുണ്ടാക്കാനാകുമെന്ന് BJPയും കണക്കുകൂട്ടുന്നു. കോവിഡ് ഉണ്ടാക്കിയ അസാധാരണ സാഹചര്യം മൂലം അനുകൂല വോട്ടുകൾ പോൾ ചെയ്യിക്കാനാകുമോ എന്നതായിരുന്നു മുന്നണി നേതൃത്വങ്ങളുടെ ആദ്യ വെല്ലുവിളി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായി പോളിംഗ് ഉയർന്നതോടെ 3 മുന്നണികൾക്കും ഒരുപോലെ ആത്മവിശ്വാസം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ 2015 ഇടതുമുന്നണി വലിയ നേട്ടമുണ്ടാക്കിയതാണ്. തങ്ങളുടെ ശക്തി മേഖലകൾ നിലനിർത്തുമെന്നാണ് പോളിംഗ് കണക്കുകൾ വിലയിരുത്തി ഇടതുമുന്നണി കണക്കുകൂട്ടുന്നത്. വോട്ടിംഗ് നിലവാരം ഞങ്ങൾ പരിശോധിച്ചു. ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് ഞങ്ങൾ തന്നെ കരുതിയിട്ടുള്ള ഉറച്ച വോട്ടർമാരുടെ കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ കേവല ഭൂരിപക്ഷത്തിനും അപ്പുറം ഒരു ഭൂരിപക്ഷം നിശ്ചയമായിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകും. UDFിന്റെ പരമ്പരാഗത ശക്തി മേഖലകളായ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളുടെ ജനവിധി നിർണായകമാണ്. UDFിന് അനുകൂലമായ തരംഗം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായെന്നാണ് മുന്നണിയുടെ അവകാശവാദം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മലപ്പുറത്തും കണ്ണൂരുമാണ് ആ ധാരണ. 2500 പഴയ സ്ഥാനാർത്ഥികൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെ
ഈ തവണ തെരഞ്ഞെടുപ്പ് രംഗത്തെ കാണുന്നില്ല. ബിജെപിക്ക് അവിടെ സ്ഥാനാർത്ഥികളില്ല. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലാണ് BJP പ്രതീക്ഷ വയ്ക്കുന്ന മേഖലകൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തെത്തിയത് ഫലം കണ്ടെന്നാണ് BJP കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. 3-2 ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ അധികാരത്തിൽ. പത്തനംതിട്ടയിൽ മികച്ച മുന്നേറ്റം ഉണ്ടാവും, കൊല്ലത്തും മികച്ച മുന്നേറ്റം ഉണ്ടാവും, ആലപ്പുഴയിലും ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാവും, ഇടുക്കിയിലും. കണ്ണൂർ കോർപ്പറേഷനിൽ നിങ്ങൾ നോക്കിക്കോ, ഇത്തവണ അട്ടിമറി വിജയം BJPക്ക് പല വാർഡുകളിലുണ്ട്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയത് വരുന്ന 2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെയും സ്വാധീനിക്കും. പോളിംഗ് ശതമാനം ഉയരാനാണ് സാധ്യത. പോളിംഗ് ശതമാനം വിലയിരുത്തി മുന്നണി നേതൃത്വങ്ങൾ ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ബാലറ്റ് പേപ്പറിലെ സസ്പെൻസ് അവസാനിച്ചിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ EDക്ക് മുന്നിൽ നാളെയും ഹാജരാകില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രവീന്ദ്രന് തുടർ പരിശോധനകൾ ആവശ്യമുണ്ടെന്ന് മെഡിക്കൽ ബോർഡ് അറിയിച്ചു. ഇക്കാര്യം രവീന്ദ്രൻ EDയെ അറിയിക്കും. 3ാം തവണയാണ് രവീന്ദ്രൻ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകുന്നത്. കോവിഡാനന്തര രോഗാവസ്ഥയെ തുടർന്നുള്ള ന്യൂറോ സംബന്ധമായ ബുദ്ധിമുട്ട് രവീന്ദ്രനുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന വേണം. ഇന്ന് നടത്തിയ പരിശോധനകളുടെ ഫലവും ലഭിക്കാനുണ്ട്. ഈ സാഹചര്യത്തിൽ ഉടൻ ഡിസ്ചാർജ് വേണ്ടെന്ന് മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചു. കടുത്ത തലവേദന, തളർച്ച, ശ്വാസതടസ്സം തുടങ്ങിയ പ്രശ്നങ്ങൾ പറഞ്ഞാണ് രവീന്ദ്രൻ ഇന്നലെ ആശുപത്രിയിലെത്തിയത്. ഇതോടെ നാളെയും EDയുടെ ചോദ്യം ചെയ്യലിന് രവീന്ദ്രൻ ഹാജരാകില്ലെന്ന് ഉറപ്പായി. 3ാം തവണയാണ് രവീന്ദ്രൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകുന്നത്. ED ആദ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് രവീന്ദ്രൻ കോവിഡ് ബാധിച്ച് ചികിത്സയിലായത്. രോഗം ഭേദമായ ശേഷം രണ്ടാമതും ED നോട്ടീസ് നൽകി. എന്നാൽ കോവിഡാനന്തര പ്രശ്നങ്ങൾ മൂലം രവീന്ദ്രൻ വീണ്ടും ചികിത്സ തേടി. ചോദ്യം ചെയ്യാനുള്ള ശ്രമം 3ാം തവണയും പരാജയപ്പെട്ടതിനാൽ EDയുടെ അടുത്ത നീക്കം നിർണായകമായിരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ ആശുപത്രിവാസത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം മുറുകുന്നു. രവീന്ദ്രനെ സംരക്ഷിക്കാൻ സർക്കാരും CPMഉം ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ചോദ്യം ചെയ്യൽ വൈകിപ്പിക്കാനുള്ള ശ്രമമായും വ്യാഖ്യാനമുണ്ട്. എന്നാൽ EDയെ ഭയക്കുന്നില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവന്റെ പ്രതികരണം. 2ാം ഘട്ട വോട്ടെടുപ്പ് ദിവസം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് തെളിവാണെന്നാണ് CPM കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വൈകുന്നത് ദുർവ്യാഖ്യാനങ്ങളാണെന്നായിരുന്നു CPM നിലപാട്. പക്ഷേ വോട്ടെടുപ്പ് ദിവസം തന്നെ ചോദ്യം ചെയ്യുന്നതിലെ അപകടം CPM തിരിച്ചറിഞ്ഞു. രവീന്ദ്രന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയുള്ള മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. കോവിഡിന് ശേഷമുള്ള ഒരു സാഹചര്യത്തിൽ രവിക്ക് വലിയ തോതിലുള്ള അസുഖങ്ങളും അയാൾക്ക് ഒട്ടും തന്നെ വയ്യ. അയാൾ മനഃപൂർവ്വം മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. EDയെ ഭയമില്ലെന്നും രവീന്ദ്രന്റെ അസുഖത്തെപ്പറ്റി അറിയില്ലെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി വിജയരാഘവന്റെ പ്രതികരണം. ഒരാൾക്ക് ശാരീരിക പ്രയാസമുണ്ടെങ്കിൽ അദ്ദേഹം ആശുപത്രിയിൽ പോകും, അല്ലാതെ EDയെ ഭയപ്പെടേണ്ട ഒരു കാര്യം കമ്മ്യൂണിസ്റ്റുകൾക്കില്ല. രവീന്ദ്രനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കുന്നു. ഇതൊരു വലിയ കള്ളക്കളിയാണ്. അദ്ദേഹത്തിന് ആദ്യം കോവിഡ് ആണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് കോവിഡാനന്തര ചികിത്സയാണെന്ന് പറഞ്ഞു. ഓരോ തവണയും നോട്ടീസ് കിട്ടുമ്പോൾ ഓരോ അസുഖം പറഞ്ഞ് മാറുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ കേസിൽ ഇടപെടുകയില്ല എന്ന് കേരളീയ പൊതുസമൂഹത്തിന് വാക്ക് നൽകിയാണ് എങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ലാലു പ്രസാദ് യാദവ് ഇരുമ്പഴി എണ്ണുന്നത് പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇരുമ്പഴി എണ്ണും. രവീന്ദ്രനെ പിന്തുണച്ച കടകംപള്ളിക്കെതിരെ BJPയും രംഗത്തെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ചോദ്യം ചെയ്യേണ്ട സ്ഥിതിയാണ്. ഇത്തരം കുറ്റവാളികളെ രക്ഷപ്പെടാൻ മെഡിക്കൽ കോളേജിനെ ദുരുപയോഗപ്പെടുത്തുകയാണോ? ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു നാടകമാണിത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന CM രവീന്ദ്രൻ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധ്യത കുറവാണ്. ചികിത്സയുടെ കാര്യത്തിൽ ആശുപത്രി അധികൃതർ എടുക്കുന്ന തീരുമാനം നിർണായകമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിഷേധിച്ച് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ പ്രതികളുമൊത്ത് യാത്ര ചെയ്യാനോ വിദേശത്ത് കണ്ടുമുട്ടാനോ ഉള്ള സാഹചര്യം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. വിദേശയാത്രകളുടെ പേരിൽ പുകമറ സൃഷ്ടിക്കുകയാണെന്നും യാത്രകൾ സുതാര്യമാണെന്നും സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി.
സ്വർണ്ണക്കടത്തിൽ പങ്കുള്ള ഉന്നതൻ നിയമസഭാ സ്പീക്കറാണെന്ന ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് വിശദീകരണം. വാർത്താക്കുറിപ്പിലൂടെയാണ് വിവാദങ്ങളിൽ സ്പീക്കറുടെ മറുപടി. ഔദ്യോഗിക സ്വഭാവമുള്ള യാത്രകൾക്കെല്ലാം നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട്. യാത്രയുടെ ചെലവ് മാത്രമേ സർക്കാരിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ സ്പീക്കറുടെ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യാത്രകളുടെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട എംബസിയെ അറിയിക്കാറുമുണ്ട്. വിദേശത്തുള്ള വിവിധ സംഘടനകളും സാംസ്കാരിക സംഘടനകളും ക്ഷണിച്ച പരിപാടികൾക്ക് അവരുടെ നേതൃത്വത്തിലാണ് യാത്ര നടത്തിയിട്ടുള്ളത്. സഹോദരങ്ങൾ വിദേശത്തായതിനാൽ കുടുംബപരമായ യാത്രകളും അനിവാര്യമായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതവും അവിശ്വസനീയവുമാണ്. രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും ഭരണഘടനാ സ്ഥാപനത്തെ വലിച്ചിഴക്കുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ജയിലിൽ വധഭീഷണി എന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ജയിൽ ഡിജിപി. പരാതി ദക്ഷിണമേഖലാ ജയിൽ ഡിഐജി അജയ്കുമാർ അന്വേഷിക്കും. വധഭീഷണിയുണ്ടെന്ന ആരോപണം ജയിൽ വകുപ്പ് തള്ളി. എന്നാൽ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ജയിലിനുള്ളിൽ ചിലർ ഭീഷണിപ്പെടുത്തിയെന്ന സ്വപ്നയുടെ ആരോപണത്തെ ജയിൽ വകുപ്പ് പൂർണ്ണമായി തള്ളുന്നു. അടുത്ത ബന്ധുക്കളും കോടതി ഉത്തരവോടെത്തിയ ഉദ്യോഗസ്ഥരും മാത്രമാണ് സ്വപ്നയെ ജയിലിൽ സന്ദർശിച്ചിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നാണ് ജയിൽ വകുപ്പിന്റെ നിലപാട്. അതേസമയം ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ സമഗ്രാന്വേഷണത്തിന് ജയിൽ DGP ഋഷിരാജ് സിംഗ് ഉത്തരവിട്ടു. ദക്ഷിണമേഖലാ ജയിൽ DIG അജയ്കുമാറിനാണ് അന്വേഷണ ചുമതല. അങ്ങനെ ഒരു ന്യൂസ് പേപ്പറിലും മീഡിയയിലും ഒക്കെ ചില റിപ്പോർട്ടുകൾ കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദമായ എൻക്വയറി സൗത്ത് സോൺ DIG എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിയതിനു പിന്നിൽ സർക്കാരിന്റെ കരങ്ങളുണ്ടെന്ന് സംശയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ജയിലിൽ കൊഫെ പോസെ തടവുകാരിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സർക്കാരിന്റെ കരങ്ങളുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. സ്വപ്നയെ കേരള പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുതെന്നും കേസ് അട്ടിമറിക്കാനാണ് ശ്രമമെന്നും BJPയും ആരോപിച്ചു. കള്ളക്കടത്ത് കേസിലെ സത്യം പുറത്തു വന്നാൽ മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ നാടകങ്ങളെല്ലാം. ഇനിയിപ്പോൾ സ്വപ്നയെ കേരള പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് പറയുന്നത്. സ്വപ്നയെ കേരള പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസിൽ ഒരാളെ കൂടി പ്രതി ചേർക്കാൻ കസ്റ്റംസ് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ അപേക്ഷ നൽകി. മംഗലാപുരം സ്വദേശി രാജേന്ദ്ര പ്രകാശ് പവാറിനെയാണ് കസ്റ്റംസ് പ്രതി ചേർക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ പണം നിക്ഷേപിച്ചവരിൽ ഒരാളാണ് രാജേന്ദ്ര പ്രകാശ് പവാർ. സ്വപ്ന, സരിത്ത് എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇതിനിടെ NIA കേസിൽ ജയിലിൽ കഴിയുന്ന റബിൻസ് K ഹമീദിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് കോടതി അനുമതി നൽകി. വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണ കേസിൽ ലൈഫ് മിഷനെതിരായ അന്വേഷണത്തിനുള്ള സ്റ്റേ ഈ മാസം 17 വരെ തുടരും. സ്റ്റേ ചെയ്ത ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CBI സമർപ്പിച്ച ഹർജി 17 പരിഗണിക്കാൻ കോടതി മാറ്റി. അന്വേഷണം സ്റ്റേ ചെയ്ത ഇടക്കാല ഉത്തരവ് മൂലം അന്വേഷണം പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണെന്ന് CBI കോടതിയിൽ അറിയിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ കേസിന്റെ വിശദാംശങ്ങൾ പഠിക്കുന്നതിന് കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്നാണ് ഹർജി 17 പരിഗണിക്കാൻ മാറ്റിയത്. അഴീക്കോട് MLA KM ഷാജിയുടെ ഭാര്യ ആശയ്ക്ക് കോഴിക്കോട് കോർപ്പറേഷന്റെ നോട്ടീസ്. മാലൂർ കുന്നിലെ വീടിന്റെ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് മുമ്പാകെ ഹാജരായി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. വീടിരിക്കുന്ന ഭൂമി ആശയുടെ പേരിലായതിനാലാണ് കോർപ്പറേഷന്റെ നടപടി. ഇതേ ഭൂമിയിൽ പങ്കാളിത്തമുണ്ടെന്ന പരാതിയിൽ MK മുനീറിനെയും ED ചോദ്യം ചെയ്യും. CBSE സ്കൂളുകളിലെ ഫീസ് പരിശോധിക്കാൻ സർക്കാർ സമിതി വേണമെന്ന് ഹൈക്കോടതി. ഫീസ് നിർണയത്തിൽ ഇടപെടാനാകില്ലെന്ന CBSE നിലപാടിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. സർക്കാർ ഒരാഴ്ചയ്ക്കകം വിശദീകരണം നൽകാനും കോടതി നിർദ്ദേശിച്ചു. കൊല്ലം മൺട്രോത്തുരുത്തിൽ CPM പ്രവർത്തകൻ മണിലാൽ കൊല്ലപ്പെട്ടത് വ്യക്തിവൈരാഗ്യം മൂലമെന്ന് പോലീസ്. സഞ്ചാരികളെ റിസോർട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലയിൽ കലാശിച്ചതെന്ന് FIRലും റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നു. രാഷ്ട്രീയ കൊലപാതകമാണെന്ന മുഖ്യമന്ത്രിയുടെയും CPMന്റെയും വാദം തള്ളുന്നതാണ് പോലീസ് നിലപാട്.
ഏറെ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ച കൊലപാതകത്തിലാണ് CPM നിലപാട് തള്ളിയുള്ള പോലീസ് റിപ്പോർട്ടുകൾ. സഞ്ചാരികളെ റിസോർട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നു. പ്രതി അശോകിന്റെ റിസോർട്ടിലേക്ക് എത്തിയവരെ മണിലാൽ സ്വന്തം റിസോർട്ടിലേക്ക് മാറ്റിയതിലെ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമായതെന്ന് പോലീസ് വ്യക്തമാക്കി. അശോകൻ മണിലാലിനെ അസഭ്യം പറഞ്ഞ ശേഷം കുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. രാഷ്ട്രീയ കൊലപാതകമാണെന്ന മുഖ്യമന്ത്രിയുടെ CPM-ന്റെയും വാദം തള്ളുന്നതാണ് പോലീസ് നിലപാട്. കൊലപാതകം RSS ആസൂത്രിതമായി നടപ്പാക്കിയതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ ആരോപിച്ചിരുന്നു. രാഷ്ട്രീയ കൊലപാതകമെന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും സ്വീകരിച്ചത്. CPM പ്രവർത്തകനെ കുത്തി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പ്രദേശത്ത് ഹർത്താലും ആചരിച്ചിരുന്നു. ന്യൂസ് 18 കൊല്ലം. പെരിയാർ ടൈഗർ റിസർവിന് കീഴിലുള്ള നിബിഡ വനമാണ് ശബരിമല. വന്യജീവികളും പക്ഷികളും ഏറെയുള്ള ഇടം. ഈ തീർത്ഥാടന കാലത്ത് അവയെ തേടിയിറങ്ങുകയാണ് ഞങ്ങളുടെ ക്യാമറ. ഈ റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കാടിനെ അറിയാൻ ഞങ്ങൾ പോവുകയാണ്. കാട് കാത്തുവച്ചിരിക്കുന്ന വിസ്മയങ്ങൾ കാണാം. നിറഞ്ഞു നിൽക്കുകയാണ് പൂങ്കാവനം. ഇടതൂർന്ന മരങ്ങളുള്ള നിത്യഹരിതവനം. അയ്യന്റെ 18 മലകളിലായി വൈവിധ്യങ്ങളാണ് ശബരിമലക്കാടിന്റെ ജൈവസമ്പത്തിലുള്ളത്. നീലത്തത്തകളുടെ വലിയ ആവാസ സ്ഥലം. കൂട്ടത്തോടെ തത്തകൾ പറന്നു നടക്കുന്ന കാഴ്ച എപ്പോഴും കാണാം. എണ്ണിയാലൊടുങ്ങാത്ത പക്ഷി വൈവിധ്യങ്ങളുണ്ട് ശബരിമലയിൽ. മഞ്ഞച്ചിന്നൻ, കരിഞ്ചുണ്ടൻ, ഇത്തിക്കണ്ണിക്കുരുവി, മേനിപ്പാറക്കിളി, തവിട്ടുപാറ്റപിടിയൻ തുടങ്ങി ദേശാടനം നടത്തി അതിഥിയായി എത്തിയ ഉപ്പൂപ്പൻ വരെ. നിറങ്ങളിലും രൂപങ്ങളിലും ശബ്ദങ്ങളിലുമുള്ള വ്യത്യസ്തത കൊണ്ട് മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാട്ടിൽ നിന്നും പല പക്ഷികളും ദേശാടനം നടത്തി നാട്ടിലെത്താറുണ്ട്. എന്നാൽ നാട്ടിൽ സ്ഥിരം കാണുന്ന ഒരു പക്ഷി ഞങ്ങളെ അതിശയിപ്പിച്ചു. പാടത്ത് കാണുന്ന നാടൻ കൊക്കുകൾ ഈ കാട്ടിലെ കാഴ്ചയാണ്. കരിങ്കുരങ്ങുകൾ പൊതുവെ മനുഷ്യനുമായി അധികം അടുക്കാറില്ല. എന്നാൽ ഇവിടെ അവർ അയ്യപ്പന്മാരുമായി നല്ല കൂട്ടാണ്. സെൽഫി എടുക്കാൻ വരെ ഇരുന്നു കൊടുക്കും. മനുഷ്യരുമായി ഒരുപാട് അടുത്തിടപഴകുന്ന നാടൻ കുരങ്ങന്മാർ ഇവിടെ മറ്റൊരു കാഴ്ച. എല്ലായിടത്തെയും പോലെ ഇവിടെയും വികൃതി കുഞ്ഞന്മാർ. സൈലന്റ് വാലിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സിംഹവാലൻ കുരങ്ങുകളെ കാണുന്നത്. മറ്റു കുരങ്ങുകളിൽ നിന്ന് അകന്നു കഴിയുന്ന സിംഹവാലൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് അപൂർവമായാണ് എത്തിയത്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ മലയണ്ണാന്മാർക്ക് പിന്നെ മറ്റൊന്നിലും ശ്രദ്ധയില്ല. മരത്തിന്റെ തോലുകളും ഇലകളുമൊക്കെ തിന്ന് സുഖജീവിതം. മരക്കൂട്ടം സന്നിധാനം പാതയിൽ എപ്പോഴും മലയണ്ണാന്മാരുണ്ട്. കാട്ടുകോഴികൾ നാട്ടുകോഴികളെ പോലെ വിഹരിക്കുകയാണിവിടെ. പൂവനും പിടയുമൊക്കെ കാഴ്ചയിൽ മനോഹരങ്ങളാണ്. കാട് തേടിയുള്ള യാത്രയ്ക്കിടെ പെട്ടെന്ന് ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് ഒരു കാഴ്ചയെത്തി. വിഷപ്പാമ്പായ മലബാർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന അണലി. അതും തീർത്ഥാടകർ എപ്പോഴും സഞ്ചരിക്കുന്ന മരക്കൂട്ടത്ത് വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിലും കമ്പിവേലിയിലുമായി.
മരക്കൂട്ടം സന്നിധാനം പാതയിലെ നിത്യക്കാഴ്ചയായിരുന്നു പച്ചിലപ്പാമ്പുകൾ. ഈ വഴിയിൽ അവർ ശാന്തരാണ്. കണ്ണു തുറന്ന് ഇരയെ കാത്തിരിക്കുകയാണവർ. കാട്ടുപന്നികൾ നാട്ടിലെ കർഷകർക്കിടയിൽ വില്ലന്മാരാണ്. പക്ഷേ ഇവിടെ അവർ അന്തേവാസികളാണ്. ആരോടും ഉപദ്രവമില്ലാതെ കഴിഞ്ഞുകൂടുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾ തേടിയാണ് കാട്ടിൽ നിന്നും ഇവർ സന്നിധാനത്തേക്ക് എത്തുന്നത്. കാഴ്ചയിൽ സുന്ദരനും സുന്ദരിയുമായ കുഞ്ഞുങ്ങളോടൊപ്പം. നാട്ടിൽ കാണാത്ത വിവിധയിനം ഓന്തുകൾ ഈ കാട്ടിലുണ്ട്. പിന്നെ കാഴ്ചയിൽ മനോഹരവും വിഷം കൊണ്ട് ഭയപ്പെടുത്തുന്നതുമായ ചിലന്തികൾ. കാഴ്ചയിൽ സുന്ദരിയായ പുഴുക്കൾ വരെ കാണാം. കാട് പല കാഴ്ചകളും ബാക്കി വെക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അനുഭവം അതുതന്നെയാണ്. ഈ കാട്ടിൽ മലമുഴക്കി വേഴാമ്പലിന്റെ സാന്നിധ്യമുണ്ട്. ഏറെ ദിവസങ്ങൾ കാത്തിരുന്നു, പക്ഷേ കണ്ടെത്താനായില്ല. കാത്തിരിപ്പ് തുടരുകയാണ്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം.